കൊറിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഷിം ബോങ് സ എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. അയാളുടെ ജീവിതത്തിലെ ഏക വെളിച്ചം അയാളുടെ മകളായ ഷിം ചിയോങ് ആയിരുന്നു. വളരെ സ്നേഹനിധിയായ മകളായിരുന്നു ഷിം ചിയോങ്. തന്റെ അച്ഛനെ അവൾ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. വെള്ളം കോരുകയും വിറകു ശേഖരിക്കുകയും പണക്കാരായ ആളുകളുടെ വീട്ടിൽ ജോലിക്ക് പോവുകയും പാടത്ത് പണിയെടുക്കുകയും അങ്ങനെ അവളെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും അവൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി, അവൾക്കും അവളുടെ അച്ഛനും വേണ്ടി. അങ്ങനെ ഒരു ദിവസം ഒരു ബുദ്ധ സന്യാസി അവരുടെ ഗ്രാമത്തിൽ വരാനിടയായി. അദ്ദേഹം അന്ന് താമസിച്ചത് ഷിം ചിയോങ്ങിന്റെ വീട്ടിലായിരുന്നു. ആ ബുദ്ധ സന്യാസി ഷിംബോങ് സായോട് പറഞ്ഞു, നിങ്ങൾ 300 ചാക്ക് അരി നിവേദ്യമായി അമ്പലത്തിൽ കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടാനിടയുണ്ട്. നിത്യവൃത്തിക്ക് തന്നെ കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് 300 ചാക്ക് അരി കൊടുക്കുക? ഷിംബോങ് സ അദ്ദേഹത്തോട് പറഞ്ഞു. ഷിം ചിയോങ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ അച്ഛന്റെ കാഴ്ചശക്തി എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവൾ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ല എങ്കിലും. പിറ്റേ ദിവസം അവൾക്ക് കടൽ തീരത്തായിരുന്നു ജോലി. അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവിടെയുള്ള നാവികർ പരസ്പരം പറയുന്നത് കേട്ടു. കടൽ വളരെ പ്രക്ഷുബ്ധമാണെന്നും കടലിന്റെ അടിത്തട്ടിലുള്ള ഡ്രാഗൺ രാജാവിന് ഒരു കന്യകയെ ദാനം ചെയ്താൽ മാത്രമേ കടൽ ശാന്തമാവുകയുള്ളൂ എന്നും. ആരാണ് അതിന് ധൈര്യപ്പെട്ട് മുന്നോട്ട് വരിക എന്ന് അവർ പരസ്പരം ചോദിക്കുന്നു. ഇത് കേട്ട ഷിം ചിയോങ് അവരുടെ അടുത്ത് ചെന്നു പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് പകരമായി 300 ചാക്ക് അരി നിങ്ങൾ നൽകണം. അവളുടെ ധൈര്യം കണ്ട് ആ നാവികർ അത്ഭുതപ്പെട്ടു. അവൾ വീട്ടിൽ ചെന്ന് അച്ഛനോട് വിവരം പറഞ്ഞു. 300 ചാക്ക് അരി കണ്ടെത്താനായി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അച്ഛന് സന്തോഷമായി. എന്നാൽ എന്ത് വഴിയാണെന്ന് അവൾ അച്ഛനോട് പറഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അമ്പലത്തിൽ അരിയൊക്കെ സമർപ്പിച്ചു. അതിനുശേഷം അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ നാവികരുടെ കൂടെ പോവുകയാണ്. അച്ഛൻ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. സന്തോഷമായി കഴിയണം. അച്ഛന്റെ കാഴ്ചശക്തി ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ഷിംബോങ് സായ്ക്ക് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഷിൻ ചിയോങ് ആ നാവികരുടെ കൂടെ യാത്രയായി. കടൽ യാത്ര വളരെ പ്രക്ഷുബ്ധമായിരുന്നു. ആഞ്ഞടിക്കുന്ന കാറ്റും കൂറ്റൻ തിരമാലകളും എല്ലാം അവളെ ഭയപ്പെടുത്തി. എങ്കിലും തന്റെ അച്ഛനു വേണ്ടിയാണല്ലോ താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നോർത്തപ്പോൾ അവളുടെ മനസ്സിന് തെല്ലൊരാശ്വാസം തോന്നി. കുറച്ചു ദൂരം എത്തിയപ്പോൾ ആ നാവികർ ഒരു ചെറിയ വള്ളത്തിൽ കയറ്റി അവളെ വിട്ടു. ഉൾക്കടലെത്തിയപ്പോൾ ഒരു വലിയ തിരമാല വന്ന് അവളുടെ വള്ളം മുക്കിക്കളഞ്ഞു. പക്ഷേ കടലിന്റെ ഇരുട്ടിലേക്ക് പോകേണ്ടതിനു പകരം അവൾ ചെന്നെത്തിയത് വളരെ തിളക്കവും വെളിച്ചവുമുള്ള മനോഹരമായൊരു സ്ഥലത്തായിരുന്നു. ഡ്രാഗൺ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിന്റെ ഭിത്തികൾ പവിഴപ്പുറ്റുകളും രത്നങ്ങൾ പോലെ തിളങ്ങുന്ന കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഡ്രാഗൺ രാജാവ് അവളെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അവളോട് വളരെ ദയാപൂർവം പെരുമാറി. അവളെ ഒരു അതിഥിയായി അവിടെ താമസിക്കാൻ അനുവദിച്ചു. എല്ലാ സൗകര്യങ്ങളും അവൾക്ക് ചെയ്തു കൊടുത്തു. ഡ്രാഗൺ രാജാവിന്റെ കൊട്ടാരത്തിൽ സുഖലോലുപതയിൽ ജീവിക്കുമ്പോഴും അവൾക്ക് തന്റെ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എപ്പോഴും അവൾ കടലിന്റെ മുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുക. അവളുടെ ദുഃഖം കണ്ട് ഡ്രാഗൺ രാജാവ് അവളെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു. വളരെ വലിയ ഒരു താമരപ്പൂവിനകത്ത് അവളെ ഇരുത്തി ഡ്രാഗൺ രാജാവ് ആ പൂവ് മുകളിലേക്ക് തന്നെ അയച്ചു. അത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ഒഴുകി ഒഴുകി ജനവാസ മേഖലയിലെത്തി. ഭീമാകാരമായ ആ പൂവ് കണ്ട് ആളുകൾ അത്ഭുതം കൂറി. അവർ ആ പൂവ് പറിച്ച് അവിടുത്തെ രാജാവിന് മുമ്പിൽ കൊണ്ടുവന്നു. ആ പൂവിന്റെ തിളക്കവും വശ്യതയും ഒന്ന് വേറെ തന്നെയായിരുന്നു. രാജാവ് ആ പൂവ് തുറക്കാൻ ആവശ്യപ്പെട്ടു. അത് തുറന്നപ്പോഴതാ അപ്സരസിനെ പോലെ സൗന്ദര്യമുള്ള ഷിം ചിയോങ് അതിനകത്തു നിന്നും ഇറങ്ങി വരുന്നു. അവളുടെ സൗന്ദര്യവും പിന്നെ അവളുടെ കഥകൾ കേട്ടപ്പോൾ അവളോട് തോന്നിയ ബഹുമാനവും ഒക്കെ കാരണം രാജാവിന് അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവൾ സമ്മതിച്ചു. അവൾ അവിടുത്തെ രാജ്ഞിയായി. എങ്കിലും തന്റെ അച്ഛനെ കാണുവാനായി അവളുടെ മനസ്സ് ആഗ്രഹിച്ചു. അവൾ അങ്ങനെ ആ നാട്ടിലെ എല്ലാ അന്ധന്മാരായ ആളുകളെയും ഒരു വിരുന്ന് സൽക്കാരത്തിനായി കൊട്ടാരത്തിലേക്ക് വിളിച്ചു.
അന്നേ ദിവസം അവൾ ആ ആൾക്കൂട്ടത്തിൽ തന്റെ അച്ഛനെ തിരഞ്ഞു. ഷിംബോങ്സായെ കണ്ട മാത്രയെ അവൾ ഓടിച്ചെന്ന് തന്റെ അച്ഛനെ പുൽകി. ഷിംബോങ്സാക്ക് അത്ഭുതം അടക്കാൻ കഴിഞ്ഞില്ല. ചിയോങ്, ഇത് നീയാണോ? നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ കാണാതെ അച്ഛൻ എത്ര വിഷമിച്ചുവെന്നോ? രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. ഷിംബോങ്സായുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി കിട്ടിയിരിക്കുന്നു. ആ പിതാവിനും മകൾക്കും വളരെ സന്തോഷമായി. ഷിംബോങ്സ ആദ്യമായി കാണുന്നത് തന്നെ തന്റെ മകളുടെ മുഖമാണ്. ആ അച്ഛനും മകളും അങ്ങനെ വളരെ കാലം കൊട്ടാരത്തിൽ ജീവിച്ചു. കൊറിയൻ സ്നേഹഗാഥകളിൽ ഈ കഥയ്ക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത്.